ഞങ്ങൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു പഴനിമലയ്ക്ക് പോകുക എന്നുള്ളത്. ഒരു 2 വർഷത്തോളമായി ഞങ്ങളിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ വർഷമാണ് ഞങ്ങൾക്ക് പോകാനുള്ളൊരു അവസരമൊക്കെ വന്നത്. ഒരുപാട് പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കാരണം ഞങ്ങൾ പോകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ ഞങ്ങൾ 8:30 മണിക്കാണ് ഞങ്ങൾക്ക് ഒരു ബസ്സുള്ളത്. 8:30 മണിക്ക് ഞങ്ങൾ ബസ് കയറാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. അപ്പോൾ കോഴിക്കോട് നിന്നാണ് നമ്മൾ KSRTC ബസ്സിനാണ് കേട്ടോ പോകുന്നത് പഴനിയിലേക്ക്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾ റൂമൊക്കെ എടുത്ത് ഞങ്ങൾ ഒരുപാട് നടന്നു കേട്ടോ. ഇങ്ങനെ റൂം കിട്ടാൻ ക്യാഷ് കുറഞ്ഞൊരു റൂമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് നടന്നു. അങ്ങനെ കിട്ടിയൊരു റൂമാണ് ഈ കാണുന്ന രീതിയിൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ല, നമ്മൾ കൊടുക്കുന്ന ചെറിയ പൈസയ്ക്ക് പറ്റിയൊരു റൂമാണ്. എന്നാലും താമസിക്കാൻ നല്ല സുഖമൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലെ 4:30 മണിക്കാണ് കേട്ടോ റൂമിലെത്തിയത്. അവിടുന്ന് ഞങ്ങൾ കുളിച്ചൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ പിന്നെ അപ്പോൾ തന്നെ ഞങ്ങൾ പഴനിമല കയറാൻ വേണ്ടി പോയി കേട്ടോ. അങ്ങനെ അത് കൗണ്ടറാണ് കേട്ടോ. നമ്മുടെ ചെരുപ്പ് ഫോണൊക്കെ ആ കൗണ്ടറിൽ ഏൽപ്പിച്ചിട്ട് വേണം പോകാൻ കേട്ടോ. ആദ്യമൊക്കെയാണെങ്കിൽ നമുക്ക് ഫോൺ മേലോട്ട് കൊണ്ടുപോകാമായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട്, കുറച്ച് വർഷങ്ങളായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഫോണൊക്കെ താഴെ തന്നെ കൊടുത്ത് പോകണം എന്നുള്ള നിബന്ധന വന്നത് കേട്ടോ. ഒരുപാട് സെക്യൂരിറ്റി പ്രശ്നങ്ങൾ കാരണമൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ ചെരുപ്പും അതൊക്കെ കൊടുത്തിട്ട് മേലെ മല കയറി താഴോട്ട് വന്നതിന് ശേഷം ഫോൺ വാങ്ങിയിട്ടാണ് പിന്നെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ. പിന്നീട് ഞങ്ങളൊന്ന് എല്ലാ ഭാഗമൊന്ന് ചുറ്റിക്കാണാനും പിന്നെ പഴനിമല വലം വയ്ക്കാനും വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. ആദ്യമൊക്കെ ഇവിടെ കാണുന്ന കുറ്റികളുണ്ടല്ലോ, ഇതൊക്കെ അവിടെയൊക്കെ അടച്ചിട്ടാണ് കേട്ടോ. അതായത് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ കുതിരവണ്ടി എല്ലാം പോകുന്നതുകൊണ്ടും വൃത്തികേടായി കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കുറച്ച് കാലങ്ങൾ മുമ്പ്, ഒരു 4 വർഷം മുമ്പ്. ഇപ്പം നല്ല വൃത്തിയാണ് കേട്ടോ അമ്പലത്തിൻ്റെ പരിസരം കാര്യങ്ങളൊക്കെ. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് പഴനിമല ചുറ്റി കാണാനും അതിനോടനുബന്ധിച്ച കാര്യങ്ങളും പോയി കാണാനൊക്കെ മാത്രം സൗജന്യമായിട്ടുള്ള വണ്ടികളാണ് കേട്ടോ. നമുക്ക് എവിടെ നിന്ന് അമ്പലത്തിൻ്റെ ചുറ്റുമലയുടെ എവിടെ നിന്ന് കാണിച്ചാൽ വണ്ടി നിർത്തും. ആ വണ്ടിയിൽ കയറിയിട്ട് നമുക്ക് മലയുടെ ഏത് ഭാഗത്തും ഏത് അമ്പലത്തിൻ്റെ ഭാഗത്തേക്കും പോകട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ ഞങ്ങൾ മല നടന്നിട്ടാണ് കേട്ടോ ചുറ്റുന്നത്. നടന്ന് ചുറ്റിയാൽ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ടാണ് നടക്കുന്നത് കേട്ടോ. വണ്ടിയിൽ പോയിട്ട് ഇറങ്ങി പോകുന്നേക്കുന്നത് നമ്മൾ കാലുകൊണ്ട് നടന്ന് ചുറ്റാനാണ് എനിക്കിഷ്ടം. അതുപോലെ തന്നെ അങ്ങനെ ഞങ്ങൾ ചുറ്റുകൊണ്ടിരിക്കും. പിന്നെ വേറെ കാര്യമുണ്ട്, ട്രെയിനുണ്ട്, പിന്നെ കയറുണ്ട്, എന്തൊക്കെ ഒരു റോപ്പ് അതൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് മലയുടെ മേലോട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഒരാൾ വിളിച്ചു, ഈ കടയിലേക്ക് വിളിച്ചു. അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് വെറുതെ കയറിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്നു. മാലയും അങ്ങനെയുള്ള കുറച്ച് കമ്മൽ കാര്യങ്ങളൊക്കെ ഫാൻസി ആട്ടോ അതൊക്കെ എടുത്തു. അങ്ങനെ അവിടെ ഉള്ള എല്ലാ സാധനങ്ങളും അതൊക്കെ കണ്ടോ, ഇത്രയും കാര്യങ്ങൾ അതൊക്കെ അവിടെ ഉണ്ട്. അവിടെ നിന്നൊക്കെ ചെറിയ വിലയ്ക്ക് നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും. നമ്മുടെ നാട്ടിൽ കുറച്ച് കൂടുതൽ ക്യാഷാണ് കേട്ടോ അതിനൊക്കെ. വണ്ടികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. കാരണം അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വണ്ടി കയറിയിട്ട് മല ചുറ്റി കാണാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ പിറ്റേന്ന് രാവിലെ 2-ാം ദിവസം രാവിലെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ എടുത്തതാണ് കേട്ടോ. ഈ കാവടിയൊക്കെ ആയിട്ട് ആളുകൾ പോകുന്നത്. ഒരുപാട് തിരക്ക് കുറവാണെങ്കിലും എന്നാലും നല്ല തിരക്ക് തന്നെ ഉണ്ട്. ഓണത്തിൻ്റെ ആ സമയം ആയതുകൊണ്ട് മലയാളികളും ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് മലയാളികളൊക്കെ ഒരു ഓണത്തിൻ്റെ ആ ദിവസമായിട്ട് മലയാളികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അവിടെ. അതാണ് പഴനിമലയുടെ മേലെ ആ ഒരു ഇതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ താഴെ നിന്ന് കുറച്ച് അവിടെയുള്ള വീഡിയോ ഒക്കെ എടുത്ത് അവിടെ ഇത് രാത്രി ഒരു 7 മണിയാണ് കേട്ടോ. അന്ന് ഞങ്ങൾ ചെന്നിട്ട് രാത്രി 7 മണിക്കാണ് കേട്ടോ ഇതെടുക്കുന്നത്. 7-8 മണിയൊക്കെ ആയിട്ടുണ്ടാകും, ഒരുവിധ സമയമൊക്കെ ആയിട്ടുണ്ടാകുമെന്ന് തോന്നുന്നത്. ആ സമയം കുറച്ച് ഭക്തന്മാർ ഇങ്ങനെ ഭക്തിയാത്രാപൂർവ്വം ഇങ്ങനെ മുരുകൻ്റെ ഒരു ഘോഷയാത്രയായിട്ട് ഇങ്ങനെ പോവുകയാണ് അത്. ഇപ്പോൾ ഞങ്ങളവിടെ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എടുത്താണ് കേട്ടോ. ഞങ്ങൾ ഭക്ഷണം കരിഞ്ഞ് ഒരു ചായയൊക്കെ കുടിച്ച് നിൽക്കുന്ന സമയത്താണ് അത് വരുന്നത് കേട്ടോ.
ഒരു തേര് പോലെ ഉണ്ടാക്കിയിട്ടാണ് അവർ ഇങ്ങനെ കൊണ്ടുപോകുന്നത് കേട്ടോ. ഒരുപാട് ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ആ ഒരു ജംഗ്ഷൻ ഉണ്ടായിരുന്നല്ലോ അവിടെ, ആ ജംഗ്ഷനിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒന്നും ഇപ്പോൾ നമ്മുടെ കുതിരവണ്ടിയും മറ്റേ സ്കൂട്ടർ, കാറ്, ഓട്ടോറിക്ഷ ഒക്കെ വന്നിട്ട് ഭയങ്കര ശല്യമൊക്കെ ആയിരുന്നു. ഭക്തജനങ്ങൾക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഇപ്പുറത്തേക്ക് മാറ്റി. ഇപ്പോൾ അതിൻ്റെ മലയുടെ ചുറ്റുഭാഗത്തുള്ള ആ ഏരിയയിലൊന്നും ഈ ചായക്കടകളൊന്നുമില്ല. അത് മൊത്തം ഒഴിപ്പിച്ചിട്ട് അവിടെ ഫുള്ള് ക്ലീനാണ്, നല്ല വൃത്തിയായിട്ട് കിടക്കാം കേട്ടോ. ഇപ്പം മുമ്പ് ഭയങ്കര വൃത്തിഹീനായിട്ടായിരുന്നു. അതിൻ്റെ ചുറ്റുപാടും കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുതിര വണ്ടി വരുന്ന അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നടക്കാൻ തന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നാറുണ്ടായിരുന്നു. ഇപ്പം ആ ഒരു പ്രശ്നമില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ. അപ്പം ഞങ്ങളും ഈ വണ്ടിയിലൊന്ന് കയറിയിട്ടോ. ഞങ്ങൾ ഇടുമ്പമല പോയി വരുന്ന സമയത്ത് വണ്ടിയിലൊന്ന് കയറി. ആ വണ്ടിയിൽ കയറിയിട്ട് ഞങ്ങളൊക്കെ ഏറ്റവും ബാക്ക് സീറ്റിലാണ് തിരിഞ്ഞായിരിക്കുക, പുറകോട്ട് അങ്ങനെ തിരിഞ്ഞിട്ട് റോട്ടിലേക്ക് നോക്കിയിട്ടായിരിക്കും ഏറ്റവും ബാക്ക് സീറ്റിൽ. അങ്ങനെ എടുത്ത കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല ശരിക്കും എടുക്കാൻ പറ്റി. എന്നിട്ട് ഞങ്ങളത് അവിടുന്ന് നേരെ നമ്മളെ മെയിൻ കവാടമുണ്ടല്ലോ, ക്ഷേത്രത്തിൻ്റെ മെയിൻ കവാടത്തിൻ്റെ അടുത്തേക്കാണ് കേട്ടോ ഈ വണ്ടി പോകുന്നത്. ഇടുമ്പമലയിൽ നിന്ന് ഞങ്ങൾ വരുമ്പോൾ കയറിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കയറണം എന്ന് പറഞ്ഞിട്ട് വണ്ടി ഒരുപാട് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ വണ്ടി കിട്ടിയത്. എല്ലാം വരുന്ന വണ്ടിയിൽ നല്ല ഫുള്ള് തിരക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് സമയം അങ്ങനെ വെയിറ്റ് ചെയ്തു. കാരണം കാലൊക്കെ നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ കൂടുതൽ നടന്നില്ല. അങ്ങനെ അതെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. ഇതാ ഈ ഒരു സ്ഥലത്ത് മെയിൻ അവിടെ വന്നിട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് ചുറ്റി തിരിഞ്ഞൊക്കെ നിന്ന് അത് കണ്ട. ഇത് ചോളൊക്കെ വെക്കുന്ന നല്ല ടേസ്റ്റ് കേട്ടോ. ഈ ചോളത്തിനൊക്കെ ഇങ്ങനെ പുഴുങ്ങി വെക്കുന്ന ചോളത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ കഴിച്ചോട്ടോ. എന്തുകൊണ്ടോ ഇത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ പറയുന്ന വിലയ്ക്ക് നമ്മൾ അതായി വാങ്ങി നിന്നാൽ നമുക്ക് ഒരുപാട് പൈസ നഷ്ടം വരും. ഈ വണ്ടികളൊക്കെ 200 രൂപ 100 രൂപ ഒക്കെയാണ് പറയുന്നത് കേട്ടോ. പക്ഷേ 200 രൂപയാണ് അവർ 2 വണ്ടിക്ക് പറയുന്നത്. 200, 250, 300, 400 ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മളൊന്നും കണ്ട് പിന്നോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് 100 രൂപയ്ക്കും 50 രൂപയ്ക്കൊക്കെ തരും കേട്ടോ. വണ്ടി 100 രൂപയോട് വേണ്ട 80 രൂപയ്ക്ക് 40 രൂപയ്ക്കൊക്കെ തരാൻ അവർ തയ്യാറാണ്. പക്ഷെ അവർക്ക് അതിൽ എന്നിട്ടും ലാഭമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ അത് ഒരു 400, 500 കൊടുത്താൽ പോലും കിട്ടാത്ത സാധനങ്ങളാണ് അതുപോലുള്ള കളിപ്പാട്ടങ്ങളൊക്കെ. ഇതാണ് പഴനിമലയിലെ ഈ തലമുണ്ടനം ചെയ്യുന്ന ഒരു ഏരിയ ആണ് കേട്ടോ അത്. തലമുണ്ടനം ചെയ്യുന്ന ഏരിയ ആണിത്. അവിടെ ഇപ്പോൾ ഞങ്ങൾ 2ാമത്തെ ദിവസം മല ചുറ്റാൻ പോയപ്പോൾ എടുത്താണ് അതൊക്കെ കേട്ടോ. ഇത് പിന്നെ ഞങ്ങൾ ബസ് ടിക്കറ്റ് ഞങ്ങൾ പോരാനുള്ള ബസ് ടിക്കറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ്. അപ്പോൾ ആ നടക്കുന്ന ആ സ്ഥലത്ത് നിന്ന് എടുത്തതാണ് കേട്ടോ ഇതൊക്കെ. ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും സീസൺ അല്ലാത്തതുകൊണ്ട് കച്ചവടക്കാരും അതേപോലെ ഭക്തജനങ്ങളൊക്കെ ഒരുപാട് കുറവ് തന്നെയാണ്. എന്നാലും തിരക്കുണ്ടോ എന്ന് വെച്ചാൽ തിരക്കുണ്ട്. പിന്നെ ഇപ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ മുരുകൻ്റെ പ്രസാദമായിട്ടുള്ള ഭക്ഷണം ഞങ്ങൾക്ക് ആ ഒരു സദ്യ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിട്ടോ തിരുവോണത്തിന്. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഒരു ഉണ്ടായ ഭാഗ്യം എന്ന് പറയുന്നത്. ഇന്ന സൈഡിൽ ഞങ്ങൾ പോകുന്ന വഴിക്ക്, റോഡ് സൈഡിൽ ബസ് സ്റ്റാൻഡിൽ പോകുന്ന വഴിക്ക് അവിടുന്ന് ഒരു ചെറിയൊരു കൊച്ചു കുതിരേനെ കെട്ടിയിട്ടുണ്ട്. അതിന് പുല്ലൊക്കെ കെട്ടിയിട്ട് അവിടെ കെട്ടിയിട്ടിട്ടുണ്ടോ. ഇതൊക്കെ വഴിയോര കച്ചവടക്കാരാണ് കേട്ടോ. ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് നടന്ന് പോകുമ്പോൾ ഉള്ള വഴിയോര കച്ചവടക്കാർ. ഇപ്പോൾ ഈ കുതിരവണ്ടിയും കാര്യങ്ങളൊക്കെ ഏകദേശം ആ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് ഒരു ഏരിയയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തിയിട്ട് ഇത് അന്വേഷിക്കാൻ പോവാണ്. ടിക്കറ്റൊക്കെ നോക്കാൻ പോവാണേ. അത് ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തുള്ള കച്ചവടക്കാർ. എന്നാലും അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ബസ് സ്റ്റാൻഡൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളും എല്ലാം നല്ല ക്ലീനായിട്ട്, അത്യാവശ്യം ക്ലീനായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ചെറിയ ചെറിയ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം വൃത്തി തന്നെയാണ് കേട്ടോ.
അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഒരു ഓട്ടോ പിടിക്കാൻ വേണ്ടിയിട്ട് നടക്കാൻ കേട്ടോ. രാവിലെ ഒരു 5-5:15 ഓട്ടോ പിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ നടന്നു. അങ്ങനെ ഓട്ടോ കിട്ടി. ഓട്ടോയിലാണ് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നത് കേട്ടോ, പിറ്റേന്ന് നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഒരു നല്ല സ്വഭാവമുള്ള നല്ല സ്നേഹമുള്ളൊരു ഓട്ടോക്കാരനാണ് കേട്ടോ അത് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ പോകുന്ന സമയത്ത് 100 രൂപയായിരുന്നു അന്ന് രാത്രി ഞങ്ങളുടെ അടുത്തുനിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് പന്നിമലേൻ്റെ അടുത്തേക്ക് വാങ്ങിയത്. പക്ഷേ ഈ ഓട്ടോക്കാരൻ ഞങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിയത് വെറും 80 രൂപയാണ് കേട്ടോ. 80 രൂപ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ ഈ ഓട്ടോക്കാരൻ. ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഓട്ടോക്കാരൻ തിരിച്ചു പോയിട്ട് ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് കയറി. ഞങ്ങൾ ശരിക്കും എനിക്ക് അറിഞ്ഞൂടാ ഏത് ഭാഗത്താണ്. അപ്പോൾ ഞങ്ങൾ തിരഞ്ഞു പിടിച്ചത് ഇവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ ഒരുപാട് എന്താ പറയുക 5:15 ഒരു ബസ്സുണ്ട്, 6:15 ബസ്സുണ്ട്, 9 മണിക്കൊക്കെ ബസ്സുണ്ട് കേട്ടോ. തൃശ്ശൂർ, എറണാകുളം, പാലക്കാട്. ഞങ്ങൾ പാലക്കാട്ടേക്കുള്ള ബസ്സിലാണ് കേട്ടോ കയറിയത്. ഇപ്പം ഞങ്ങൾ ബസ്സിലാണ് ഇരിക്കുന്നത് കേട്ടോ. ആ ബസ്സിലൂടെ വരുമ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. അതാണ് ആ കാണുന്നതൊക്കെയാണ് കാറ്റാടി യന്ത്രം എന്ന് പറയുന്ന ആ സാധനം കേട്ടോ കാണുന്നത്. നമ്മളെ നാട്ടിലൊന്നും കാണാത്തൊരു സാധനമാണ് കാറ്റാടി യന്ത്രം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഏകദേശം പൊള്ളാച്ചി എങ്ങാണ് തോന്നുന്നത്. എനിക്ക് അത്ര വലിയൊരു ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാലക്കാട് വരെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഭയങ്കര ക്ഷീണം കൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ആ കാര്യം ഞാൻ വിട്ടുപോയി. എന്താ ഞങ്ങളിപ്പോൾ പാലക്കാട്ടിൽ നിന്നുള്ള ബസ്സിലാണ് കയറി